അത് വന്നേക്കാം, ഫിഖഹി മസ്അല വന്നേക്കാം, സ്വഹാബിമാരുടെ ഇജ്തിഹാദിന് അപ്പുറത്ത് വേറെ ഇജ്തിഹാദുകൾ വന്നേക്കാം. അത് ആ സ്വഹാബിയുടെ പ്രായം, സ്വഹാബിയുടെ തബക്ക, അതേപോലെ സ്വഹാബിമാർക്ക് നബിമാരുടെ സുഹബത്ത്, സ്വഹാബിക്ക് ഈ വിഷയത്തിലുള്ള അവഗാഹം, അതൊക്കെ അതിൽ പരിഗണിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. എല്ലാ സ്വഹാബിമാരും അതിൽ ഒരേപോലെയല്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ സ്വഹാബിമാരും ഈ കർമ്മശാസ്ത്ര മേഖലയിൽ ഒരേ നിലവാരത്തിലല്ല കണക്കാക്കപ്പെടുന്നത്. നമ്മളന്ന് സ്വഹാബത്തിൻ്റെ ഘട്ടം തന്നെ 3 ഘട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഇനി ആ വിഷയത്തിൽ സ്വഹാബിമാരിൽ തന്നെ ഒന്നിലേറെ അഭിപ്രായമുണ്ട് എങ്കിൽ, ഒന്നിലേറെ അഭിപ്രായം അതിലുണ്ട് വിചാരിക്കാം. സ്വഹാബത്തിനിടയിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ 2-3 അഭിപ്രായങ്ങൾ വന്നു എങ്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ചെയ്യാറുള്ളത് അതിൽ ഏത് അഭിപ്രായത്തിനാണ് ഖുർആനോടും സുന്നത്തോടും കൂടുതൽ യോജിക്കുന്നതായിട്ട് തെളിവ് കിട്ടുന്നത് എന്ന് നോക്കും. കൂടുതൽ അതിലേക്ക് തെളിവ് കിട്ടുന്ന, അതിനോട് യോജിക്കുന്ന ഏതാണെന്ന് നോക്കി അങ്ങനെ ഒരു അഭിപ്രായത്തിന് വല്ല പ്രാബല്യവും നൽകാൻ കഴിഞ്ഞാൽ അദ്ദേഹം ആ അഭിപ്രായത്തിലേക്ക് ചായും. അഭിപ്രായത്തിൽ സുന്നത്തിനോട് ഖുർആനോട് കൂടുതൽ യോജിക്കുന്നതായി അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു എങ്കിൽ ആ അഭിപ്രായം അദ്ദേഹം മദ്ഹബിന്റെ അഭിപ്രായമായി പറയും. അങ്ങനെ ഇല്ല എങ്കിൽ അദ്ദേഹം അതിൽ രണ്ടും ഉറപ്പിച്ചു പറയാറില്ല എന്നാണ്. ഖിലാഫുണ്ട് എന്ന് പറയും, പക്ഷെ ഉറപ്പിച്ച് പറയും ഇന്നതാണ് ശരി എന്ന് ഉറപ്പിച്ച് പറയില്ല. ഈ വിഷയത്തിൽ ഖിലാഫുണ്ട് എന്ന് പറഞ്ഞ് വെക്കുകയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം അത് 2 പ്രകാരം അമൽ ചെയ്താലും ശരിയാണെന്നാണ്. ഈ സ്വഹാബിനെ എടുത്താലും ശരി, മറ്റെടുത്താലും ശരി. എന്നാൽ ഏതെങ്കിലും ഒന്നെടുത്തൂടെ വെച്ചാലോ, ഏതെങ്കിലും ഒന്നെടുക്കണമെങ്കിൽ മറ്റത് മാറ്റി വെക്കണം. 2 സ്വഹാബിയുടെ വാക്കാണ്. അപ്പോൾ ഒരു സ്വഹാബിയെ എടുത്ത് മറ്റേ സ്വഹാബിയിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ സ്വഹാബിയുടെ കൗലി എന്ന നിലക്ക് പ്രമാണമല്ലല്ലോ. എങ്കിൽ പിന്നെ 2 എടുക്കണമെങ്കിൽ ഒരു അധിക യോഗ്യത വല്ലതും ഉണ്ടാകണം. ആ അധിക യോഗ്യത കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറയാതെ ഒഴിവാക്കുന്നത്. അപ്പം 2 എടുത്താലും വിരോധമില്ല എന്ന നിലക്ക് അദ്ദേഹം അതിൽ ഖിലാഫുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ആ നിലക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 1 ഖുർആനും ഹദീസുമാണ് ഇതിൻ്റെ അസ്ല്. 2 അതിലില്ലാത്തൊരു വിഷയം വന്നാൽ സ്വഹാബത്തിൻ്റെ ഫത്വയിലേക്ക് അദ്ദേഹം നോക്കുന്നു. ആ സ്വഹാബിമാരിൽ ഏക ഫത്വയേ ഉള്ളൂവെങ്കിൽ അതിൽ അദ്ദേഹം അഭിപ്രായമായി സ്വീകരിക്കുന്നു. 1-ലേറെ അഭിപ്രായങ്ങൾ സ്വഹാബത്തിൽ നിന്നുണ്ട് എങ്കിൽ ആ 2-ൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകാൻ വല്ല വഴിയും ഉണ്ടെങ്കിൽ അത് നോക്കുന്നു. അങ്ങനെ നൽകാൻ പറ്റിയാൽ അതിനെ അസ്ലായി സ്വീകരിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹം 2-ൽ ഒന്നും ഉറപ്പിച്ചു പറയാതെ അഭിപ്രായ വ്യത്യാസമുള്ളതായി അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇമാം അഹ്മദിൻ്റെ മറ്റൊരു വിഷയത്തിൽ മുർസലായ ഹദീസുകൾ, ഹദീസ് മുർസൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഹദീസ് ക്ലാസ് പറഞ്ഞു പോയിരുന്നു. ഹദീസ് മുർസൽ ആർക്കറിയോ എന്താ മുർസലായ ഹദീസ്? ആർക്കെങ്കിലും? യെസ്, താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറയുക, അതാണ് മുർസലായ ഹദീസ്. സ്വഹാബിയുടെ പേര് പറയില്ല. ഇവിടെ താബിഈ പറയുന്നു ഖാല റസൂലുള്ളാഹ്. അപ്പൊ ആ താബിഈ പറഞ്ഞാൽ വിശ്വസിച്ചുകൂടെ? സാധാരണഗതിയിൽ വിശ്വസിക്കാം, പക്ഷേ അവിടെ വ്യത്യസ്ത സാധ്യതകൾ ഉണ്ട്. ഈ താബിയുടെയും നബിയുടെയും ഇടയിൽ ഉണ്ടാവുക സ്വാഭാവികമായും ആരാണ്? സ്വഹാബിയാണ്. സ്വഹാബിമാർ എല്ലാവരും വിശ്വസ്തരാണ്. അതുകൊണ്ട് തന്നെ താബിഈ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അടിസ്ഥാനമായി സ്വീകരിക്കാമോ ഇല്ലേ? വീക്ഷണ വ്യത്യാസമുള്ള വിഷയമാണ്. ഭൂരിപക്ഷ അഭിപ്രായത്തിലും അത് സ്വീകാര്യമല്ല എന്ന് തന്നെയാണ്. കാരണം ഈ താബിയുടെയും നബിയുടെയും ഇടയിലുള്ളത് സ്വഹാബി തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഈ താബിഴിയോട് വേറെ താബിഴി പറഞ്ഞതായിരിക്കാം, ആ താബിഴിയോട് വേറെ താബിഴി പറഞ്ഞതായിരിക്കാം. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അതേസമയം താബിഴി പറയുകയാണ് നബി പറഞ്ഞു എന്ന് ഒരു സ്വഹാബി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സ്വഹാബി ഏതാ കിട്ടേണ്ട ആവശ്യമില്ല. ആ സ്വഹാബി ഏതാണ് എന്ന അന്വേഷണത്തിന് പ്രസക്തിയില്ല. കാരണം സ്വഹാബിമാരെല്ലാവരും നീതിമാന്മാരാണ്. ഈ താബിഴി വിശ്വസ്തനാണോ നോക്കിയാൽ മതി, താബിഴി സ്വീകാരനാണോ സത്യസന്ധനാണോ എന്ന് ബോധ്യപ്പെട്ടാൽ മതി. അത് ബോധ്യപ്പെട്ടുവെങ്കിൽ അത്തരം താബിഴി നബി പറഞ്ഞായിട്ട് ഒരു സ്വഹാബിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ വകുപ്പ് മാറി. അത് ഇല്ലാതെ ഖാല റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴാണ് മുർസലായി പരിഗണിക്കുക. ഈ മുർസൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ചില രംഗത്തൊക്കെ മുർസൽ സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ ആ വിഷയത്തിൽ ഖുർആനില്ല, ഹദീസില്ല, സ്വഹാബിയുടെ ഫത്വയും ലഭിക്കാനില്ല. ആകെയുള്ളത് മുർസലായ ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഒരു താബിഈ പറയുന്നു ഖാല റസൂലുള്ളാഹ്, അത് മാത്രമേ ഈ വിഷയത്തിൽ അവലംബിക്കാനുള്ളൂ എങ്കിൽ ഖിയാസിലേക്ക് പോകാതെ ഇമാം അഹ്മദ് ഇതിനാണ് പരിഗണന നൽകുക. അപ്പോൾ അവിടെ ഇമാം അഹ്മദ് മുർസൽ ഹദീസ്
സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. പലരും പല രൂപത്തിലാണ് സ്വീകരിച്ചത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി സ്വീകരിച്ചത് അതിനെ വേർതിരിച്ചുകൊണ്ടാണ്. എല്ലാ താബീഈനും മുർസല് പറ്റൂല, ചില താബീഈങ്ങൾക്ക് പറ്റും, ചില താബീഈങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അതിൽ വേർതിരിവ് കൊണ്ടുവന്നത്. വിശ്വസ്തരായ നീതിമാന്മാരായ അങ്ങനെ ബോധ്യപ്പെട്ട ചില താബീഈങ്ങൾ അവർ മുർസലൊക്കെ സ്വീകരിക്കാം, അല്ലാത്തത് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇനി അതിൽ തന്നെ ഒരു സ്വഹാബി അങ്ങനെ പിന്നെ ശൈഖിനെ പറയാതെ പറയുമ്പോൾ അതിനുള്ള ചില പ്രചോദനങ്ങൾ പലതായിരിക്കാം. അതൊക്കെ വെച്ചുകൊണ്ട് അതിലെ വേർതിരിവുകൾ വേറെ വരും. മുർസല ഹദീസ് മറ്റൊരു വലിയൊരു ഏരിയയാണ്.